മതിയെന്ന് പറയട്ടാ. മതി പിടി. ആടെങ്കിൽ ചേർത്ത് വെച്ചാൽ എടാ ബീഫ് കഴിച്ചു കൂടി എങ്ങനെയാണെന്ന് പറഞ്ഞോട്ടോ. ഇത് എവിടെ നിന്നാണ് ബീഫ് മേടിച്ചേ? നമ്മുടെ അന്നേന്ദ്രാ തോന്നി. അവിടുത്തെ ബീഫ് വലിയ മെച്ചമൊന്നുമില്ല. ആണല്ലേ? നീ തിന്നാതെ അണ്ണാക്കി നടക്കട്ടോ. നിനക്ക് ബീഫില്ല? അതിനെ അങ്ങനെ പറഞ്ഞേ അല്ലേ? നിനക്ക് കട കയറി മേടിക്കാം. അടുത്ത അതാകുമ്പോൾ അത്യാവശ്യം ന്യായമായിട്ട് തരും. എടാ ഇക്കടെ കടയിൽ ഞാൻ പോയതാ. നീ അവിടെ ബീഫ് ഉണ്ടായില്ല, അതല്ല എന്നെ മേടിച്ചേ. നമ്മുടെ രാമേന്ദ്രൻ ചേട്ടൻ പോലല്ലേ ഒരു പെണ്ണിനെ വിളിച്ചിറക്കൊണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഏത് രാമേന്ദ്രൻ? നമ്മുടെ ആ ലക്ഷം വീട് പണി താമസിക്കണേ, ആ മരം വെട്ടാനൊക്കെ പോണല്ലേ? പുള്ളിയുടെ മേലെ കറുത്ത് വിളിച്ചിങ്ങനെ അടക്കണ ഇടത്തന്നല്ലേ? അത് തന്നെ. അവന് ജോലി ഉണ്ടോ? എന്ത് ജോലി? അവനൊക്കെ എവിടെ നിന്ന് പെണ്ണിടി? അതിന് അവന് വലിയ പ്രായമായോ? 10-24 വയസ്സ് അത്ര ഉള്ളന്നേ. അയ്യോ ഫോട്ടോ ഉണ്ടോ? പിന്നെ കണി വാങ്ങിച്ചേ. ഓട്ടോ ഉണ്ടോ? കണ്ടു നോക്ക്. കൊണ്ടുപോയി എങ്ങനെ ഒപ്പിച്ചടാ? ഐ.ടി.യെ കണ്ട് ഇഷ്ടപ്പെട്ടതാന്നാ പറഞ്ഞേക്കണേ. അവന്റെ ഒക്കെ ഒരു യോഗം അല്ലേ? അതരാവേ. ഹലോ, ഞാൻ അവിടെ എടുത്തിട്ടുണ്ടേ. വരാതേ. എടാ ബീഫ് അങ്ങടുത്ത്. ശരി. ആരാ? പെണ്ണുമ്പുള്ളിയാണ് വീട്ടിൽ നിന്ന്. അവളാണ് വീട്ടിലോട്ടിക്കുള്ളൂ. അമ്മയോ? അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയിക്കോളാം. 2 ദിവസം കണ്ടേ വരുള്ളൂ. ഞാൻ കൂടെ. ശരിടാ. ഇവന്റെ ഒക്കെ കഷ്ടപ്പാട്. ഞാൻ പെണ്ണ് കേട്ടാത്തെ സ്വസ്ഥായിട്ട് ഒന്നും വെള്ളമടിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ പെണ്ണ് കേട്ടാത്ത. അല്ലാണ്ട് പെണ്ണ് കിട്ടാത്തോണ്ടല്ല. ഇന്നുമായിട്ട് കുഞ്ഞമ്മ വന്നായിരുന്നു. എന്നിട്ട് എന്നാ പറഞ്ഞു? ഷീനേച്ചിയുടെ വീട്ടിൽ പോയ വഴിക്ക് അമ്മയെ കാണാൻ കയറിയതാ. പിന്നെ കുഞ്ഞമ്മ ചോദിച്ചു വിശേഷമൊന്നും ആയില്ല, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോയെന്ന്. ഞാനെന്ത് പറയാനാ, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച പറ്റില്ലല്ലോ. എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലാണ്ടല്ല, പിന്നെ നിന്നെ കാണുമ്പോൾ തൊട്ട് എനിക്ക് സങ്കടം തോന്നും. ഇതൊക്കെ ഉള്ളീന്ന് തോന്നണം. ആദ്യം പോയി നീ എന്തേലൊക്കെ ഒന്ന് കഴിക്ക്, പെണ്ണിൻ്റെ കോലമെങ്കിലും ഉണ്ടാവട്ടെ. അപ്പൊ അതാണല്ലോ കാര്യം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഒരു ശാലീനെ സുന്ദരിയായി വരുത്തി അങ്ങ് കെട്ട്. ചെടിയ തമാശ അല്ല അടി പറയണേ, ചെടിയ കാര്യമായിട്ട് അടി പറയണേ. ലോകത്തുള്ള എല്ലാ ആമ്പിളേർക്കും ഐശ്വര്യ പോലെ ഒരു പെണ്ണിനെ കിട്ടോ? അതില്ല. പണ്ടൊക്കെ പീസോടം കണ്ടിരുന്നതിന് കുഴപ്പമാ, ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം. ഓ, ഇയാൾ ഇപ്പോൾ വലിയ പുണ്യാളെ. ഡാ, നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഞാൻ അഞ്ജുവിനെ പ്രേമിച്ചിറങ്ങുന്ന സമയത്ത് നീ അടക്കമുള്ള എല്ലാവരും എന്നോട് ചോദിച്ചതാ, ഒരു ഞൊണ്ടിയ കാലത്തെയാണോ നിനക്ക് പ്രേമിക്കാൻ കിട്ടുള്ളൂ എന്ന്. ചെടി അത് പിന്നെ നല്ല കൊള്ളാവുന്ന ഒരുത്തി നോക്കാൻ മേലായിരുന്നു എന്ന്. ചെടി അത് പിന്നെ സത്യമുള്ള കാര്യമല്ലേ. ചെടിക്ക് ഇതിൽ നല്ലൊരു പെങ്കുച്ചിനെ കിട്ടുമായിരുന്നല്ലോ. പിന്നെ എല്ലാവരും അവളുടെ കുറവുകളെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ അവളെ മനസ്സിലാക്കാൻ, അവളുടെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അതാടാ അവളുടെ കുറവുകളൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നാത്തത്. എത്ര ശാലിന സുന്ദരിയാണെങ്കിലും പരസ്പരം ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല. നീ നിന്റെ ഭാര്യ ശരിക്കും ഒന്ന് അറിയാൻ ശ്രമിക്കും. അപ്പോൾ നിനക്ക് മനസ്സിലാവും നീ ഇത്ര നാളും ചിന്തിച്ചത് പൊട്ടത്തെറ്റായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാനേ എനിക്കറിയുള്ളൂ. ഹലോ ചേട്ടാ, റെഡിയായോ? ഞാനിപ്പോൾ വരാം. ഞാൻ അവിടെ തൊട്ടടുത്തുണ്ട്. ആര്? അവിടെ ഒരു ഓട്ടോ ഉണ്ട്. ഓ, എങ്കിൽ ഞാൻ പോയേക്കാം. നീ ഇവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് ചിന്തിക്ക്. എന്താ പുറത്തേക്കൊക്കെ നിൽക്കണേ? ഹേ, ഞാൻ വല്ല മഴയോ കാറ്റോ കൊണ്ടോ നോക്കുമായിരുന്നു. മഴയോ? ആ, ഈ മാർച്ച് മാസത്തിലോ? അതിന് പിന്നെ നല്ല മഴയോ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ രസമില്ലായിരുന്നു. ഇന്ന് അടിച്ച് ഇത്തിരി കൂടിപ്പോയെന്നാ തോന്നണേ. ചിൻസി, എന്താ ചായ? എനിക്കൊരു ഉമ്മ വരും. ചായ, ഞാനിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നേ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായി. അത് 2 ആഴ്ച കഴിച്ച് വണ്ണം വയ്ക്കുമെന്നാ പറഞ്ഞേ. ഓ, ഇനിയിപ്പോൾ എന്നാത്തിനാന്നേ? അല്ലേലും ഈ ശരീരത്തിലേക്ക് എന്നാ കാര്യം? ഇന്നലെ അവൻ എങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, അത് പിന്നെ അത് ഇന്നലെ അല്ലേ. നീ വന്നേ, വെറുതെ വർത്താനം പറഞ്ഞ സമയങ്ങളല്ലേ.